ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ മോരുകറിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 വഴുതനങ്ങ നന്നായിട്ട് കഴുകി അത് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇനി അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. മസാലയൊക്കെ നന്നായിട്ട് അതിലൊന്ന് പിടിക്കട്ടെ. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും പിന്നെ ജീരകം, എരിവിന് ആവശ്യമായ പച്ചമുളക്, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരിഞ്ഞ് കിട്ടണം. സമയത്ത് നമുക്ക് ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകും ഉലുവയും പൊട്ടിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക്, സവോള ഇത്രയും നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. അത് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് വേറൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മൾ നേരത്തെ പുരട്ടി വെച്ച നമ്മുടെ വഴുതനങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വഴുതനങ്ങ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളം കൂടി പോകണ്ട. നമുക്കിനി തൈരും കൂടെ ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അടിച്ചു വെച്ച തൈരും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത വഴുതനങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ തൈര് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി സമയം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിള കയറിയാൽ മതി. നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒഴിച്ചുകറിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ വഴുതനങ്ങ മോരുകറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.